വെൽക്കം ടു ഫുഡ് അഡിക്സ് ബൈ നീതു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് ഇവിടെ സെറ്റായിട്ട് ഞാൻ ഓൾറെഡി കുറച്ച് കടല റോസ്റ്റും കുറച്ച് ക്യാബേജ് തോരനും നല്ല ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള മാങ്ങ അച്ചാറും കുറച്ച് ഇടിഞ്ചക്ക തോരനും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ 50% തവിടുള്ള നല്ല കുത്തരി ചോറുകളും, ഞാൻ കുറച്ച് ചോറാണ് എടുക്കുന്നുള്ളൂ കേട്ടോ. എനിക്ക് കുറച്ചിങ്ങനെ ഒന്ന് ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്ത് കൊണ്ടുവരണം, കുറച്ച് വണ്ണം കുറയ്ക്കണം എന്നൊക്കെ വീണ്ടും തോന്നി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഐസ്ക്രീം കാണുമ്പോൾ എന്താണെന്നറിയില്ല, ഇതൊക്കെ മാറിപ്പോവും. അപ്പോൾ ഞാൻ അടുത്ത വിളമ്പ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഒരു ചിക്കൻ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ പ്രിപ്പറേഷനാണ്. അപ്പോൾ ഞാൻ ജിമ്മിൽ നിന്നൊക്കെ വന്നിട്ട് വളരെ ഒരു 10 മിനിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയെടുത്താൽ ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് 10 മിനിറ്റ്സ് പെട്ടെന്ന് കുക്കിംഗ് ടൈമിൽ ചെയ്യാൻ പറ്റിയതാണ്. സെറ്റാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷേ അടിപൊളിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് കൊഴുവ ഡീപ്പ് ഫ്രൈ അല്ല, ഇങ്ങനെ ജസ്റ്റ് പാനിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താണ്. അപ്പോൾ അതും ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അമ്മ ഒരു കറി വെച്ചിരുന്നു. അമ്മ വെള്ളിരിക്കയും മാങ്ങയും ചക്കക്കുരും ഇട്ടൊരു കറി വെച്ചിരുന്നു, മഞ്ഞ കളർ കറി. ഇതെൻ്റെ ബ്രദറിൻ്റെ ഫേവറേറ്റ് ആണ്. ഈ കറി ഉണ്ടെങ്കിൽ അവൻ ഒരുപാട് ചോറിടും. അവനും എൻ്റെ മോൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ് ഈ മഞ്ഞ കളർ കറി. അപ്പോൾ എല്ലാം സെറ്റാണ്. എൻ്റെ പ്ലേറ്റിൽ ഇപ്പോൾ ചോറ് കണ്ടുപിടിക്കാൻ പറ്റില്ല, അത്ര അധികം കറികളായി. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ എനിക്ക് ഒരു വല്ലാത്ത ഫീലാണ്. പിന്നെ ഈ കറികളൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊരു ഓസം ടേസ്റ്റാണ്. വീട്ടിലെ ഫുഡ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അടിപൊളി ഒരു ഫുഡ് തന്നെയാണ്. അത് നമുക്കങ്ങനെ കുറേ കറികളൊക്കെ കൂട്ടി കുറച്ച് ചോറൊക്കെ എടുത്തിട്ട് ആസ്വദിച്ച് കഴിക്കണം. പിന്നെയും ചോറെടുക്കാൻ നമുക്ക് തോന്നും, പക്ഷെ നമ്മൾ പിന്നെയും ചോറെടുക്കരുത്. ഉള്ള ചോറ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കണം, ഇല്ലെങ്കിൽ വീണ്ടും വണ്ണം വയ്ക്കും. എൻ്റെ കേസാണ് കേട്ടോ ഞാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഒരു ഉരുളയ്ക്ക് വണ്ണം വയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വണ്ണം വയ്ക്കും. അപ്പം ഞാൻ ഇത് കഴിച്ചു തീർക്കട്ടെ. ഈ ചിക്കൻ്റെ റെസിപ്പി വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ, ഞാൻ പേഴ്സണലായിട്ട് അയച്ചു തരാം. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ബൈ.